പെട്രോളിന് 96 രൂപ 25 പൈസ, ഡീസലിന് 86 രൂപ 47 പൈസ. രാക്ഷസനാണോ ദൈവമാണോ എന്താണെന്ന് അറിയത്തില്ല. അത് ഹെൽമെറ്റ് ഇല്ലാതെ പോലീസുകാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പൊങ്കൽ സമയത്ത് ഞാൻ ഇതിലേക്ക് കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് പൊങ്കാല ഇട്ട പായസവും സ്വീറ്റ്സും ഒക്കെ എനിക്ക് വന്നു കേട്ടോ. തേങ്ങ വിൽക്കുന്ന സ്ഥലം, മഞ്ഞളും കരിമ്പും ഒക്കെ ലൂസായിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. കരിമ്പ് കെട്ടി വെച്ചിട്ട് ഇവിടെ പൊങ്കാല ഇടുക കേട്ടോ. മയിലാണ് കേട്ടോ ഇത്. മയിൽ കാൽനടയായിട്ട് നടക്കുന്നത്. നമുക്കെന്ത് നോ എൻട്രി. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കേന്ദ്രഭരണ പ്രദേശമായ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടായിട്ടുള്ള പുതുച്ചേരിയിലാണ്. പുതുച്ചേരി എന്ന പോണ്ടിച്ചേരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങോട്ട് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ച കാണിച്ചില്ലേ. അപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് 2:15 കന്യാകുമാരി പുതുച്ചേരി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ കയറി വെളുപ്പിന് 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോണ്ടിച്ചേരിയിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോണ്ടിച്ചേരിയിലെത്തിയത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാനെടുത്ത റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒന്നും നോക്കണ്ട, അകത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ റൂമാണ് ഞാൻ എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലി ബെഡും TV പിന്നെ AC ഒക്കെ ഉണ്ട് കേട്ടോ. AC ഉണ്ട്, ഫാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളെല്ലാം 2 വെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂമിന് എന്നോട് അവർ 1000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഞാനത് ബാർഗെയിൻ ചെയ്ത് 900 രൂപയാക്കി ഇടുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ന് പൊങ്കലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പൊങ്കലാണ്. അപ്പോൾ പൊങ്കൽ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം കാര്യങ്ങൾ അല്ലെങ്കിൽ ടൂറ് പ്ലാൻ ചെയ്യുന്നവർ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ റൂം നമുക്ക് 600 അല്ലെങ്കിൽ 700 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടേണ്ട റൂമാണ്. ഇപ്പോൾ പൊങ്കൽ ടൈം ആയതുകൊണ്ട് ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവർ റേറ്റ് കൂട്ടുമെന്ന് അവരുടെ വായിന്ന് തന്നെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഇച്ചിരിയുടെ ലോ റേറ്റിൽ നമുക്ക് കിട്ടിയേനെ. അപ്പോൾ ഈ റൂമിൻ്റെ ആളുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങോട്ട് പോണ്ടിച്ചേരിയിലേക്ക് വരുന്നവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂമൊക്കെ നോക്കുവാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ സ്ഥലത്ത് കേട്ടോ നമ്മൾ റൂം എടുത്ത കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് അണ്ണാസലായി അല്ലേ, അണ്ണാസലായി എന്നൊരു സ്ഥലത്താണ് ഞാൻ ഇന്നലെ റൂം എടുത്തത് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ കാണിക്കുന്നുണ്ട്. മഴ പെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഈ തമിഴ്നാട്ടിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ മഴ പെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് പൊങ്കലാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതേ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ, കരിമ്പും പിന്നെ മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ പൊങ്കൽ ദിവസങ്ങളിൽ ഇവിടുത്തെ വണ്ടികളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ വീടുകളിലൊക്കെ ഇതുപോലെ കരിമ്പും പച്ചമഞ്ഞളും ഒക്കെ അവർ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കെട്ടി വയ്ക്കും. എന്നിട്ട് അവർ പൊങ്കാല ഇടും കേട്ടോ. അതാണ് ഈ പൊങ്കലിൻ്റെ പരിപാടി. ബാക്കി പൊങ്കലിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെയോട് ജസ്റ്റ് തിരക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എനിക്ക് ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള സ്ഥലം നോക്കാവേ. അപ്പോൾ പോണ്ടിച്ചേരി അണ്ണാസലായി എന്ന് പറഞ്ഞ സ്ഥലത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പതുക്കെ കടകളൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വയ്ക്കുന്നതൊക്കെ അതിൻ്റെ മുകളിലെ കളർ കണ്ടോ, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളറാണ് കേട്ടോ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് നടക്കുകയാണ്. പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പോണ്ടിച്ചേരി മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റിൻ്റെ വഴി കഴിഞ്ഞാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് റോക്ക് ബീച്ചിൻ്റെ അടുത്തോട്ടോ കേട്ടോ. ഈ ലോറിയിൽ നിന്നൊക്കെ കരിമ്പൊക്കെ ഇറക്കുന്നുണ്ടോ. ഈ പൊങ്കലിനൊക്കെ ആൾക്കാർ വീട്ടിൽ കെട്ടിവെക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ കരിമ്പ് കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് കേട്ടോ. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് സംഭവമൊക്കെ കാണാനായിട്ട്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ പൊങ്കലിനൊക്കെ. ഇത് കണ്ടതേ പച്ചമഞ്ഞൾ വയ്ക്കുന്ന അമ്മച്ചി അതെ അവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് മാർക്കറ്റാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ മാർക്കറ്റും ഓപ്പണായി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്നതിൽ കൂടുതൽ കരിമ്പ് മഞ്ഞളും ആയിരിക്കും വിൽക്കുന്നത്. പഴമൊക്കെ വിൽക്കുന്ന സ്ഥലം നോക്കിയേ, കൊലയിൽ നിന്നൊക്കെ അടർത്തി മാറ്റി വെച്ചിട്ടാണ് വിൽക്കുന്നത്. ഇതുണ്ട്, കരിമ്പ് കട്ട് ചെയ്തിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. തേങ്ങ വിൽക്കുന്ന സ്ഥലം, പിന്നെ മാവല, പ്ലാവല, പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്. അപ്പോൾ ഇതൊക്കെ വീടുകളിൽ കെട്ടി വയ്ക്കുവേ. കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ നടുക്കിട്ടാണ് ഈ കച്ചവടങ്ങളൊക്കെ കേട്ടോ. മാർക്കറ്റ് പൊതുവെ അങ്ങനെയാണല്ലോ. മാർക്കറ്റ് റോഡെന്ന് പറഞ്ഞാൽ ആ റോഡിൽ ഫുള്ള് കച്ചവടങ്ങളായിരിക്കും. താമരപ്പൂ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ മാർക്കറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ പൂ കച്ചവടമാണ് കേട്ടോ. ഇത് കണ്ടതേ ഒരു സൈഡ് ഫുള്ളായിട്ട് പൂവിൻ്റെ കച്ചവടമാണ്. നമ്മൾ മുമ്പ് തോവാള മാർക്കറ്റിലൊക്കെ പോയപ്പോഴാണ് ഇതുപോലെ വലിയൊരു പൂ മാർക്കറ്റ് തമിഴ്നാട്ടിലെ കണ്ടത്.
ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞളും കരിമ്പും ഒക്കെ ലൂസായിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ, റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഹോൾസെയിൽ കച്ചവടമായിരുന്നു. ഇതുണ്ട് അതേ വാഴയില കച്ചവടം കേട്ടോ, വാഴയിലെല്ലാം കൂടെ കെട്ടി വെച്ചിട്ട് വിൽക്കുന്ന കടകളാണിത്. ഹോട്ടലിലേക്ക് മറ്റേ കല്യാണ ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഹോൾസെയിലായിട്ട് വാഴയില വിൽക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മളിത് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴേ ഗോബർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പൂവൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇത് നോക്കിയാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഫുള്ളൊരു മഞ്ഞമയം. ഇത് പോണ്ടിച്ചേരി കാണാൻ വന്നിട്ടേ നമ്മൾ ഈ തോവാള മാർക്കറ്റിൽ ചെന്നൊരവസ്ഥ പോലെ തോന്നുന്നു. കംപ്ലീറ്റ് പൂക്കച്ചവടം. ഞാനങ്ങനെ ഈ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ, വെളിയിലോട്ട് ഇറങ്ങി. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഇറങ്ങിയില്ലെങ്കിലേ നമ്മളിപ്പോൾ തോവാള മാർക്കറ്റിൽ പോയ അവസ്ഥയാവും. കംപ്ലീറ്റ് പൂവിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരിയിലെ കാഴ്ചകൾക്ക് പകരം തോവാള കാഴ്ചകളെന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരുപാട് ബീച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റോക്ക് ബീച്ചുണ്ട്, പാരഡൈസ് ബീച്ചുണ്ട്. പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞാൽ ബോട്ടിലേ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇന്ന് പോകുന്നില്ല, അങ്ങോട്ടേക്ക് നാളെ പോകുന്നുള്ളൂ. പിന്നുള്ളത് ന്യൂസ് ആൻഡ് ബീച്ചാട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നത് റോക്ക് ബീച്ചിലാണ് കേട്ടോ. റോക്ക് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ഈ മാർക്കറ്റ് കണ്ടത്. പിന്നുള്ളത് ന്യൂസ് ആൻഡ് ബീച്ചാണ്. ന്യൂസ് ആൻഡ് ബീച്ചിൻ്റെ അടുത്താണ് നമ്മുടെ പോണ്ടിച്ചേരിയൊക്കെ കാണിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണത്തില്ലേ ഈ ഒരു ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു, അത് ന്യൂസ് ആൻഡ് ബീച്ചിൻ്റെ ആ ഭാഗത്താണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ റോക്ക് ബീച്ചിൽ നിന്ന് ന്യൂസ് ആൻഡ് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിലെ കാഴ്ച കാണിക്കാനായിട്ടല്ല ഞാനിപ്പോൾ വന്നത്. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോഴത്തേക്കും ബീച്ചുകളുടെ ഒരു സ്ഥലം തന്നെയാണല്ലോ, ഒരുപാട് ബീച്ചുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇവിടുത്തെ വലിയ ബീച്ചായിട്ടുള്ള റോക്ക് ബീച്ചിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത്. റോക്ക് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് കണ്ടത്. ഇവിടുത്തെ നോ എൻട്രി ബോർഡ് പുതുച്ചേരി പോലീസ് വെച്ചതാണ് കേട്ടോ. കാൽനടയായിട്ട് നടക്കുന്നത് നമുക്കെന്ത് നോ എൻട്രി. അപ്പോൾ ഇന്നത്തെ സൺറൈസാണിത് ഇവിടെ ഈ മോളിൽ കാണുന്നത്. ഇപ്പോൾ സമയം 8:15 അപ്പോൾ ഇന്നത്തെ സൺറൈസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല, മിസ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വന്ന് ക്ഷീണിച്ച് അങ്ങനെ കിടന്നായിരുന്നു റൂമിലെ. വെളുപ്പിനെ 4:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ എന്തായാലും മിസ്സായിട്ടുണ്ട്. അപ്പോൾ നാളത്തെ സൺറൈസ് നമ്മളെന്തായാലും കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഒന്നൊരു ഒറ്റ ഹോട്ടലും കാണുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് രംഗപിള്ളൈ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. അതെ ബോർഡ് കണ്ടോ, അതെ രംഗപിള്ളൈ സ്ട്രീറ്റ് പുതുച്ചേരി. അപ്പോൾ ഓരോ പേര് കണ്ടോ, അടിപൊളി അല്ലേ. ഇവിടെ നമുക്കേ ഇപ്പോൾ 2 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു 2 വീലറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലാഭമാണ്. 400 രൂപ മുതൽ വണ്ടി റെൻറ്റിന് നമുക്ക് കൊടുക്കുമെന്നാണ് അറിഞ്ഞത്. പിന്നെ പെട്രോളും ഡീസലിനൊക്കെ വിലക്കുറവല്ലേ ഇവിടെ. വിലക്കുറവെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് പൊതുവേ കുറച്ച് ടാക്സ് ഇളവുണ്ടാവും. അപ്പോൾ നമ്മൾ 2 പേരൊക്കെ വരുവാണെങ്കിൽ ഒരു 2 വീലർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് 1-2 ദിവസം കൊണ്ട് അത്യാവശ്യം ഇവിടുത്തെ എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റൂമാണെങ്കിലും 2 പേരെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബഡ്ജറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോഴേ പോകുന്നത് രംഗപിള്ളൈ സ്ട്രീറ്റാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കറക്റ്റ് തമിഴ്നാട് പോലെ തന്നെ തോന്നില്ലേ. ഏതാണ്ട് ഓട്ടോയൊക്കെ നോക്കിയേ, PY രജിസ്ട്രേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ തമിഴ്നാട് സ്റ്റൈലിലെ രീതിയിലാണ് കളർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോണ്ടിച്ചേരിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ കുറേ ഈ മോഡേൺ ആയിട്ടുള്ള ഫ്രഞ്ച് കൾച്ചറലായിട്ടുള്ള സ്ട്രീറ്റും ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, അത് വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റോക്ക് ടൗൺ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കറങ്ങി വൈറ്റ് ടൗൺ ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്തോട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതുച്ചേരി പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. 605001 എന്നാണ് ഇവിടുത്തെ പിൻകോഡ് വരുന്നത്. അപ്പോൾ കൊള്ളാമല്ലേ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേ പോസ്റ്റ് ഓഫീസിൻ്റെ ATM ആണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്ന അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ATM ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഇതിൻ്റെ ATM ഒന്നും കണ്ടിട്ടില്ല. ഇച്ചിരി മെയിനായിട്ടുള്ള സിറ്റിയിലൊക്കെ ആയിരിക്കും പോസ്റ്റ് ഓഫീസിൻ്റെ ATM ഒക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഭാരതിദാസൻ്റെ സ്റ്റാച്ചു ആണ്. ഇദ്ദേഹം ഒരു തമിഴ് എഴുത്തുകാരനും കവിയൊക്കെ ആയിരുന്നു. ഇതിനപ്പുറത്ത് കാണുന്നത് ഭാരതി പാർക്കാണ് കേട്ടോ. ഭാരതി പാർക്കാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അതേ രാവിലെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ ടൂറിസ്റ്റുകളൊക്കെ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇതുണ്ട്, ഇതെന്തോ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസോ എന്തോ ആണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അകത്തുനിന്ന്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതുച്ചേരിയിലെ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലെ ഭാരതി പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പുതുച്ചേരി അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെയൊക്കെ പേര് പുതുച്ചേരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും പോണ്ടിച്ചേരി എന്ന് പറയുന്നതല്ലേ ഒരു ഗുമ്മ്. നമ്മളിപ്പോഴീ കാണുന്നത് പുതുച്ചേരിയിലെ രാജനിവാസം കേട്ടോ, അതായത് ഗവർണറുടെ ഹൗസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ദൂരമില്ല ബീച്ചിലേക്ക്.
അങ്ങനെ ദേ നമ്മൾ ഫൈനലി റോക്ക് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആ കാണുന്നതാണ് റോക്ക് ബീച്ച്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതൊക്കെ റിസോർട്ടുകളാണെന്ന് തോന്നേ. അങ്ങനെ നമ്മൾ റോക്ക് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ രാവിലെ ജോഗിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആൾക്കാരുടെ. സമയം 8:30 ആയിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഇപ്പോഴും ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാമല്ലേ, തണലത്ത് നിൽക്കാനായിട്ടാണെന്ന് തോന്നുന്നു. അതോ ഇനി വല്ല പരിപാടി നടത്തേണ്ടതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോഴീ കാണുന്നത് ഓൾഡ് ലൈറ്റ് ഹൗസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓൾഡ് ലൈറ്റ് ഹൗസ്. കൊള്ളാമല്ലേ, ഫുള്ള് വൈറ്റ് കളറൊക്കെ അടിച്ച് അടിപൊളി. ഫൈനലി നമ്മളങ്ങനെ ആ ഒരു ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ആ ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ ചുറ്റുമേ സ്റ്റേജ് പോലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു ഇച്ചിരി ബോറ് പരിപാടിയായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ 26-ാം തീയതി ഇതല്ലേ റിപ്പബ്ലിക് ഡേ അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനൊരു താൽക്കാലിക സ്റ്റേജ് ഇവർ കെട്ടിയത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ നെഹ്റു സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെഹ്റു സ്റ്റാച്ചുവും ഗാന്ധി സ്റ്റാച്ചുവും ഒക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഭാരതി പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. അപ്പോൾ അകത്ത് ആൾക്കാർ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾ അധികം വരാനായിട്ടായില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. ഇത് നോക്കിയാൽ ബോഗൺവില്ല നിൽക്കുന്ന നോക്കിയാൽ അടിപൊളി അല്ലേ. ബോഗൺവില്ല എപ്പോഴും കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മൾ ഈ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ ബാംഗ്ലൂരും മൈസൂരും ഒക്കെ ഇതേപോലെ ബോഗൺവില്ലയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാരതി പാർക്കിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതാണ് ഭാരതി പാർക്കിൻ്റെ അകത്തെ ഭാഗം. ഇതുണ്ട് ആൾക്കാരൊക്കെ നേരത്തെ ജോഗിങ് ഒക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്. ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. നമ്മളിപ്പോഴിവിടെ കാണുന്നതേ ഇവിടുത്തെ ഒഫീഷ്യൽ എംബ്ലമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഒഫീഷ്യൽ ആനയാണെങ്കിൽ ഇവിടുത്തെ എംബ്ലമാണ് ഈ കാണുന്ന മണ്ഡപം. ആയി മണ്ഡപം എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിന് നടുക്കൊരു സ്ത്രീയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ആയി എന്ന് പറയുന്ന സ്ത്രീയുടെ സ്റ്റാച്ചു ആണ് അതിനകത്തിരിക്കുന്നത്. നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ ഒരു പാർക്കിനകത്ത് ഊഞ്ഞാലും പിന്നെ സീസോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ. സ്ലൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ടതേ അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലോട്ട് വരുവാ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ബീച്ചിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇതുവഴി നേരെ അടുത്ത ബീച്ചിലേക്ക് പോവാം. അതായത് ന്യൂ സാൻഡ് ബീച്ച് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. സമയം ഇപ്പോൾ 9:15 അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി കട ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ റിസോർട്ടും മറ്റേ ഹോട്ടൽ ഇതൊക്കെ ഉണ്ടല്ലോ റൂം, അതിൻ്റെ ബേസിലുള്ള ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നോർമൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതുവഴി നടന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൈറ്റ് ടൗണിൻ്റെ കാര്യം. അത് ഈ ഒരു ബീച്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞത് കേട്ടോ. പല കളറിൽ പെയിൻ്റ് അടിച്ച വീടുകളൊക്കെ കണ്ടോ. ഇനിയിപ്പോൾ ഈ എടവ റോഡ് വഴി നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള വീടുകളും പല ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വീടുകളൊക്കെ ഈ ഒരു ഇടവഴി കയറി ചെല്ലുമ്പോഴത്തേക്കും അകത്തുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ അത് ആ കിടക്കുന്ന ബോട്ടൊക്കെ കണ്ടോ, അതൊക്കെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കാണാം വലയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം ഇവിടെ നിന്ന്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അത് ഇവിടുന്ന് നോക്കുമ്പോൾ ആ കാണുന്നത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ അവിടെ കഴിഞ്ഞ് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതിലെ കഴിഞ്ഞ് റോഡും ഉണ്ട്. നമുക്ക് ഇങ്ങനെ കയറി ഇടവഴിയൊക്കെ കയറി ഇങ്ങനെ വരാം. എന്തായാലും ടൈം ഉണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളിയൊരു ബിൽഡിംഗ് അല്ലേ. സംഭവം എന്ന് വെച്ചാലേ എന്തുവാ എഴുതി വെച്ചിട്ടുണ്ട്, ബേക്കർ സ്ട്രീറ്റ് ഫ്രഞ്ച് ഡിലീഷ്യസ്. എന്തോ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ബേക്കറി എന്തോ കേട്ടോ. ബേക്കറിയാന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ ഉണ്ട് ഐസ്ക്രീം, ജ്യൂസ്, മിൽക്ക് ഷേക്ക്, ടീ, കോഫി, നൂഡിൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കളറിങ് ഒക്കെ കാണാനായിട്ട്. ആ ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റും ഒക്കെ വന്നിട്ടേ അടിപൊളി അല്ലേ. നല്ല അടിപൊളി റോഡല്ലേ നോക്കിയേ. ഇത് ടാറിങ് അല്ല കേട്ടോ, കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റോഡാണ്. അത് ഹെൽമെറ്റ് ഇല്ലാതെ പോലീസുകാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ കേരളമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം നിന്ന് കത്തിയനെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി പലതരം കെട്ടിടങ്ങളും പല കളറിലുള്ള കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ വാച്ചിൽ ഒരു റിമൈൻഡർ വന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ 8000 സ്റ്റെപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു നോട്ടിഫിക്കേഷനാണ് വന്നത്. നമ്മുടെ മൈസൂർ വീഡിയോ ഇല്ലായിരുന്നോ, അതിനകത്ത് ഞാൻ 2 ദിവസം വീഡിയോ എടുക്കാനായിട്ട് നടന്നത് 17-18 കിലോമീറ്റർ ആട്ടോ പെർ ഡേ. ഇന്നിനി നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതേ ഡോക്ടർ BR അംബേദ്കർ ലൈബ്രറി. അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുക. ഇനി സമയം ആകാത്തതുകൊണ്ടാണോ ഇത് ഓപ്പൺ ആകാത്തത്, ഇനി ആൾക്കാരെ കയറ്റത്തില്ല എന്നറിയത്തില്ല. അതിനകത്ത് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. സ്റ്റാച്ചുവിൻ്റെ അയ്യരളിയാണ് കേട്ടോ ഇവിടെ. എവിടെ നോക്കിയാലും സ്റ്റാച്ചു. നല്ല രസമുണ്ടോ സ്റ്റാച്ചു ഒക്കെ കാണാനായിട്ട്. ഈ റോഡിലെ നമ്പർ ഇട്ടിരിക്കുന്നുണ്ടോ,
എന്തിനാണെന്ന് അറിയത്തില്ല. ഓരോ ബോക്സ് വെച്ചിട്ട് 224, 225, 226 അങ്ങനെ നമ്പർ ഇട്ടിരിക്കുക കേട്ടോ. ഒരു സൈഡിലല്ല, 2 സൈഡിലുണ്ട്. ഇതേ അപ്പുറത്ത് 241, 42, 243, 244 അങ്ങനെ നമ്പർ ഇട്ടിരിക്കുക. എന്തിനാണെന്നൊരു പിടിയില്ല. നമുക്ക് ആരോടെങ്കിലും കാണുവാണെങ്കിൽ ചോദിക്കാം. കാരണം ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളല്ലേ, നാട്ടുകാരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈ ഒരു മതിലിൻ്റെ മുകളിൽ വളർത്തിയിട്ടിരിക്കുന്ന ഒരു ചെടിയുണ്ടോ, ബോഗൺവില്ലയാണെന്ന് തോന്നുന്നു കേട്ടോ, കടലാസാന്ന് തോന്നേ. എന്നാലും ഒരു വെറൈറ്റി ടൈപ്പ് കടലാസാണ് കേട്ടോ. ഇത് നോക്കിയേ, വെള്ളയുടെ അകത്ത് വേറെന്തോ ടൈപ്പ് പൂ വിരിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു പൂവാണിത്. കൊള്ളാം എന്തായാലും അല്ലേ, ഇങ്ങനെ മതിൽ കവിഞ്ഞ് കിടക്കുന്നത് താഴോട്ട്. നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഈ റോഡിലെ നമ്പർ ഇട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ന്യൂ ഇയറിന് ഇവിടെ കോലവിടലും മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ടിരിക്കുന്നത്. ഓരോ ആൾക്കാർക്ക് കിട്ടിയ ചെസ് നമ്പർ അനുസരിച്ചിട്ടേ ഇവിടെ കോല ഇടും. അപ്പോൾ ന്യൂ ഇയർ ഫസ്റ്റ് ജനുവരി 1-ാം തീയതി ആയിരുന്നു ഈ ഒരു മത്സരം നടന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടതാണെന്നാണ് ആയിരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. ഇവിടെ മൊത്തം പട്ടി ശല്യം എന്തോന്നുണ്ടോ, പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി കുരയ്ക്കുന്നുണ്ടേ. നമ്മളിതേ അപ്പുറത്തെ മതിൽ കണ്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ വേറൊരു ടൈപ്പ് ചെടി പടർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് പൂവൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മതിൽ കവിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുക. ഇതൊക്കെ ഹോട്ടൽ കം ഹോം സ്റ്റേകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്ന നോക്കിയേ. നമ്മളിപ്പോൾ കാണുന്നത് പോണ്ടിച്ചേരിയിലെ കുട്ടികളുടെ പാർക്കാണ് കേട്ടോ, ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഇതുണ്ട്, അതേ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്ന നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ന്യൂസ് ആൻഡ് ബീച്ച് ഉണ്ടെന്ന്. അത് നമ്മൾ ഈ റോഡേ കഴിഞ്ഞ് നടന്നു വന്നു കഴിഞ്ഞപ്പോഴേ ആ ഒരു ബീച്ച് അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. അതേതാണ്ട് ആ ഭാഗത്തങ്ങണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബീച്ച് ഉണ്ടായിരുന്നേ. നമുക്കിത് ഇവിടെ നിന്ന് നോക്കാൻ കാണാൻ പറ്റുമെന്ന്. ഇത് സംഭവമേ ഗോവ പോലെ തന്നെ കേട്ടോ. ഓരോ ജംഗ്ഷൻ, അതായത് നമ്മൾ ഈ കാണുന്ന ഓരോ ജംഗ്ഷൻ്റെ നേരെ ഉള്ളത് ആ പേര് വെച്ചിട്ടുള്ള ബീച്ച്. ഗോവയിൽ എങ്ങനെയാണല്ലോ കണ്ടോളം ബീച്ച്, ബാഗ ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച്, അതിന് നേരെ കാണുന്ന ബീച്ച് ആ പേരിലറിയും. അപ്പോൾ അതാണ് ഗോവയിലെ കാര്യം. അപ്പോൾ ഇവിടെ കാണുന്നത് ഓൾഡ് പോർട്ട് പിയർ എന്നും പറഞ്ഞാണ് കേട്ടോ കാണിക്കുന്നത്. അത് പൊളിഞ്ഞ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഇനി ന്യൂ പോർട്ട് പിയർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അവിടം വരെ ഒന്ന് പോയി നോക്കാം. എവിടം വരെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്വപ്നക്കൂട് സിനിമയ്ക്കകത്തൊക്കെ അവർ ബീച്ചിൻ്റെ ഒരു സീൻ കാണിക്കുമല്ലോ, ബീച്ചിൽ ആ മറ്റേ വെള്ളത്തിൽ വീഴുന്ന സീനൊക്കെ കാണിക്കുമല്ലോ, അതൊക്കെ ഈ ഒരു ഭാഗം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ കടൽപ്പാലമൊക്കെ നമ്മൾ ആ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ സുനാമിക്ക് വല്ലതും പോയതാണോ അല്ലാതെ വല്ലതും പോയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കെന്തായാലും നോക്കാം അങ്ങോട്ട് ഇനി കയറ്റി വിടുമെന്ന് അറിയത്തില്ല കേട്ടോ. അവിടെ കുറേ പോലീസുകാർ നിൽപ്പുണ്ട്. പോലീസുകാർ ബോർഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, നമ്മൾ കടലിലെ നീന്താൻ ശ്രമിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതേ ഈ ഒരു വഴി കഴിഞ്ഞ് നടന്നു വന്ന് ഈ ഒരു ചെറിയ പുലിമുട്ടിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ആ പാലം പൊളിഞ്ഞ് കിടക്കുക കേട്ടോ, അതുവഴിയാണ് കയറാനുള്ള വഴി. അപ്പോൾ അതൊക്കെ ക്ലോസ്ഡാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. അധികം ദൂരമൊന്നും ഇല്ലാത്ത പുലിമുട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതെ മണ്ണ് ആ ഒരു ഭാഗം വരെ ഉള്ളൂ, അവിടുന്ന് കുറച്ചേ ഉള്ളൂ ആ കാണുന്ന പുലിമുട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. പിന്നെ ആ കാണുന്ന സ്ഥലത്ത് ആൾക്കാർ നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതെന്ന് വെച്ചാൽ ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർ തന്നെ കേട്ടോ. അവർ ഇതുവഴി ഇറങ്ങി അതിലേക്കറി ചാടി ഇറങ്ങിയൊക്കെയാണ് അങ്ങോട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആ ഒരു വഴിയിലോട്ട് കടത്തി വിടുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ പുതിയ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതേ ആ കാണുന്നതാണ് പുതിയ ലൈറ്റ് ഹൗസ് കേട്ടോ. അതേ അവിടെ കാണുന്നുണ്ട് അതേ. അപ്പോൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പുറത്തെ റോഡ് ഞാൻ കണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഇതുവഴി ഒന്ന് താഴോട്ടിറങ്ങി നോക്കാം ലൈറ്റ് ഹൗസിന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നേ. ഇതൊക്കെ നോക്കിയേ, ചെറിയ ചെറിയ വള്ളങ്ങൾ കണ്ടോ. ഇവിടുത്തെ ആൾക്കാർ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വള്ളങ്ങളാട്ടോ. 1-2 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ, 5-8 കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ നേരത്തെ ഞാൻ അവിടെ നിന്നപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, അവരുടെ വീട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ പാലം കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്ന് പറഞ്ഞു. ആ പാലമാണ് ഈ കാണുന്നത്. ആ പാലത്തിൻ്റെ അടിയിൽ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് റോഡ് കണ്ടോ, ഈ ഒരു റോഡ് വഴി നേരെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തുമെന്നാണ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത്. മഴ ചാറുന്നുണ്ട്, മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നിപ്പോൾ പൊങ്കലല്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, എന്തെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ അല്ലായിരുന്നു, കൂടാതെ ജനുവരിയും കൂടെ അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ മഞ്ഞൊക്കെ വീഴുന്ന ടൈമല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ പെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ വെയിലെന്നും പറഞ്ഞെങ്കിൽ ഒരു കുട എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉപകാരപ്പെട്ടേനെ. പക്ഷെ മഴ പെയ്യുമെന്ന് അറിയത്തില്ല, ചാറുന്നുണ്ട്. നല്ല കാറ്റടിച്ച് ആ ഒരു മേഘം അങ്ങ് മാറിപ്പോയായിരുന്നെങ്കിൽ കാര്യമായേനെ. ഇത് കണ്ടോ, എല്ലാ വീട്ടിൻ്റെ വാതയ്ക്ക് കോല വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പല കളറിൽ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മയിലാണ് കേട്ടോ ഇത്, മയിൽ.
പിന്നെ കുടം, പിന്നെ ഒരു താമരപ്പൂ, എന്നിട്ട് ഹാപ്പി പൊങ്കൽ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ? ഇത് കണ്ടോ, എല്ലാ വീട്ടിൻ്റെ മാതയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കോല. ഓരോരുത്തരും പല പല ഡിസൈനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ വീടുകളുടെ വാതയ്ക്ക് കരിമ്പും മഞ്ഞളൊക്കെ കെട്ടി വയ്ക്കുന്നു. അങ്ങനെ കരിമ്പ് കെട്ടി വെച്ചിട്ട് ഇവിടെ പൊങ്കാല ഇടുക കേട്ടോ. ഇവിടുത്തെ വിശേഷമാണ് പൊങ്കൽ. അപ്പോൾ പൊങ്കൽ വിശേഷത്തിൽ പൊങ്കാല ഇടുക കേട്ടോ ഇവിടെ. ഇവരുടെ വീടാ കേട്ടോ. എന്താ പേരെന്താ? പൂങ്കൊടി, പത്മപ്രിയ, നന്ദിനി. ആണോ പേര്? മുത്ത് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് ഈ പൊങ്കാല ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ പൊങ്കലിന് പൊങ്കാല ഇടുന്ന കാഴ്ച നമ്മൾ കണ്ട്. അപ്പോൾ ഇതേ പൊങ്കൽ സമയത്ത് ഞാൻ ഇതിലേക്ക് കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഇതേ പൊങ്കാല ഇട്ട പായസവും സ്വീറ്റ്സും ഒക്കെ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഈ അണ്ണൻ്റെ വീടാണ്. ആണോ പേര്? അപ്പോൾ ഇതേ നമ്മൾ പൊങ്കൽ കഴിക്കാനായിട്ട് പോകാം കേട്ടോ. പൊങ്കൽ സാപ്പിടാൻ പോവാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വീട്ടുകാർ പൊങ്കൽ കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതുവഴിയേ വീഡിയോ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോഴത്തേക്കും അവർ പൊങ്കലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം എടുത്തു തന്ന്. അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പൊങ്കലും ജിലേബി കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ മഴ ചാറി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. എപ്പോഴാണ് പണി നല്ല രീതിയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മളെ പക്കാ പോണ്ടിച്ചേരി വില്ലേജിൽ കഴിഞ്ഞാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള വീടുകളും ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണാം. ഇത് കണ്ടോ, എല്ലാ വീടിൻ്റെ മാതയ്ക്ക് കോലം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊങ്കാല ഇട്ടതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടേ. ഈ കാണുന്ന വീടുകളുടെയൊക്കെ പ്രൊട്ടക്ഷൻ കണ്ടോ, ഇതുപോലുള്ള ഭീമമായിട്ടുള്ള വലിയ വലിയ കല്ലുകളാണ് സീവാളായിട്ട് ഇട്ടിരിക്കുന്നത്. പോരാത്തതിന് നമ്മുടെ അടുത്ത പോലെ അറബിക്കടലല്ലല്ലോ, ഇത് ബംഗാൾ ഉൾക്കടലല്ലേ. ഇപ്പോൾ വേണേലും ഭാവവ്യത്യാസം ഉണ്ടാകും. പല രീതിയിലുള്ള ചുഴലിയും അങ്ങനെയുള്ള കടൽക്ഷോഭവും കാര്യങ്ങളും എല്ലാം ബംഗാൾ ഉൾക്കടലിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഇവിടെയൊക്കെ മതിൽ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ആ ഒരു വഴി കഴിഞ്ഞ് കറങ്ങി ലൈറ്റ് ഹൗസിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. അപ്പോൾ പോകുന്ന വഴി ഒരു രാക്ഷസൻ ഇരിക്കുന്നു. രാക്ഷസനാണോ ദൈവമാണോ എന്തുവാണെന്ന് അറിയത്തില്ല. അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. തീപ്പെട്ടിയും വിളക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. തലയെ കെട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേ. ഇതിന് അമ്പലമാണെന്ന് അറിയത്തില്ല. പൂവൊക്കെ ഇട്ടിരിക്കുന്നത് അതിന് പൊങ്കലായിട്ട് അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതെ, ഇവിടെ ഒരു ദേവിയുടെയും പിന്നെ ഇവിടെ ഒരു സിംഹമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടതേ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അമ്പലമായിരിക്കും. അപ്പോൾ അങ്ങ് കാണുന്ന ആ ഒരു പുലിമുട്ട് കണ്ടോ, അത് ഹാർബറാണ് കേട്ടോ. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറാണ്, ഉപ്പളം ഫിഷിംഗ് ഹാർബർ. ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്ത് നമുക്ക് പോകണ്ട, നമുക്ക് ഇതുവഴി ഇറങ്ങി ലൈറ്റ് ഹൗസിൻ്റെ അടുത്തോട്ട് പോകാം. പോയിട്ട് വേറെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടുത്തെ ലൈറ്റ് ഹൗസിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, അതെ, വിസിറ്റേഴ്സ് ടൈം 2 PM തൊട്ട് 5 PM വരെയാണ്. പിന്നെ കുട്ടികൾക്ക് 5 രൂപ, അഡൽസിന് 10 രൂപ, ക്യാമറയ്ക്ക് 20 രൂപ, അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ചാർജുകൾ. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ വേറൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ദ ലൈറ്റ് ഹൗസ് ഈസ് ക്ലോസ്ഡ് ഫോർ വിസിറ്റേഴ്സ് ഡ്യൂ ടു ദ ഓൺഗോയിങ് ഇൻസ്റ്റാളേഷൻ ഓഫ് ലിഫ്റ്റ്. അതായത് ലിഫ്റ്റ് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ പ്രവേശനമില്ല, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് കയറാൻ പറ്റില്ല അല്ലേ. ലൈറ്റ് ഹൗസിൻ്റെ അവിടുന്ന് ടൗണിലേക്ക് നമുക്കൊരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയായിരുന്നേ. അപ്പോൾ നമുക്ക് ഇവിടം വരെ ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ കരികാലൻ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൽ ഇങ്ങോട്ട് വന്നപ്പോൾ 1-2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാതെ ബൈക്കിന് കൈ കാണിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നിർത്തി തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് കരികാലൻ എന്നാണേ. പുള്ളി നമ്മളെ ഇറക്കിയിട്ട് ഇവിടെ പെട്രോൾ അടിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടേ ഒരു സംഭവം കാണിച്ചില്ല കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ വില നമ്മൾ കാണിച്ചില്ലായിരുന്നല്ലോ. ഇത് നോക്കിയേ, പെട്രോളിന് 96 രൂപ 25 പൈസ, ഡീസലിന് 86 രൂപ 47 പൈസ. അപ്പോൾ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണിക്കേണ്ടത് പമ്പും പിന്നെ ലിക്കർ കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേ ഇവിടെ ഒരുപാട് ലിക്കർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്നും കാണിക്കാനായിട്ട് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പമ്പിൽ ജസ്റ്റ് ഒന്ന് ഓടി കയറി നിങ്ങളെ കാണിച്ചു അതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് വൈറ്റ് ടൗണിലേക്കാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം വൈറ്റ് ടൗൺ തന്നെയാണ്. ഇത് കണ്ടോ, അതെ, നമ്മൾ നേരത്തെ ആ ഒരു ബീച്ചിൽ നിന്നാണ് കോസ്റ്റൽ റോഡ് വഴി ആ പാലത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോയത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് വൈറ്റ് ടൗണാണ്. അപ്പോൾ അത് ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും പിന്നെ വഴിയോരത്ത് ഒരുപാട് ഹോം സ്റ്റേ, റിസോർട്ട്, പിന്നെ മോഡേൺ ആയിട്ടുള്ള ചെടികളും മരങ്ങളും പിന്നെ ബോഗൻവില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്.
അപ്പോൾ നമ്മൾ നേരത്തെ അപ്പുറത്ത് കഴിഞ്ഞ് വന്നോണ്ടേ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുവഴി അകത്തോട്ട് പോവാം. ഇത് കണ്ടോ, അതേ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന ചെടികളൊക്കെ നോക്കിയേ. അതേതോ മാവിനകത്തെങ്ങാണ്ട് പടർത്തിയിരിക്കുന്ന വള്ളിച്ചെടികളാണേ. സംഭവമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നോക്കിയേ, സൈഡിലെ മതിലൊക്കെ ചെടികളിങ്ങനെ പടർന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു നോക്കിയേ. കൊള്ളാമല്ലേ? ഇത് ഇവിടെയും കോലം ഇട്ട് വെച്ചിട്ടുണ്ടേ. വെള്ളയാന, ഇതിൻ്റെ തുമ്പിക്കൈ ആരാണ്ട് അടിച്ചൊടിച്ച് അത് കെട്ടി വെച്ചിരിക്കുക. അങ്ങനെ നമ്മൾ വൈറ്റ് ടൗണിൻ്റെ അകത്ത് കഴിഞ്ഞ് പോവുക. ഇതൊക്കെ ഫുട്പാത്താണ് കേട്ടോ. ഫുട്പാത്തിൻ്റെ നടുക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി റോഡിൽ കഴിഞ്ഞ് നടക്കുക. വഴിനീളം ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ആ ഒരു കോമ്പിനേഷനാണ്. വീട്ടിൽ ചെന്നിട്ട് വീടിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണം. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ ഈ സ്വപ്നക്കൂട് സിനിമയില്ലേ, അതൊക്കെ ഏതാണ്ടൊക്കെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു വൈറ്റ് ടൗണിൻ്റെ ഭാഗത്ത് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നത്. ഇത് കണ്ടോ, അടിപൊളി അല്ലേ? ഇത് സംഭവം മറ്റേ ഇതാ ലോഡ്ജോ ഹോം സ്റ്റേ ഏതാണ്ടൊക്കെയാണ്. ഇത് കണ്ടോ, ഇവിടത്തേക്ക് വീടുകളുടെ ഫ്രണ്ടിലേക്ക് ഈ ചെറിയ വാതിലിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ് ഇങ്ങനെ ചെടിയൊക്കെ കിളിച്ച് താഴേക്ക് ഇറക്കിയിട്ടിരിക്കുക. അവിടെയൊക്കെ ഫോട്ടോക്കാരുടെ തിരക്കാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ ബോഗൻ വില്ലയും പിന്നെ ആ പഴയ ബിൽഡിങ്ങുകളും ആ മരവും ചെടിയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ ഒരു വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമേ വരേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കഴിഞ്ഞാണ് കേട്ടോ വന്നത്. ഈ ഒരു വഴി കഴിഞ്ഞ് വന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ച് എത്തും. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വഴി കഴിഞ്ഞാൽ അങ്ങോട്ട് പാസ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് കണ്ടോ, അതെ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏത് വഴി നോക്കിയാലും നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയും കുറേ ആൾക്കാരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. ഇവിടെ പോണ്ടിച്ചേരിയുടെ ഓരോരോ സ്ഥലങ്ങൾ, അതായത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേ ഓരോന്നിൻ്റെ നമ്പർ ബേസിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്താണെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് കുറേ റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പൊക്കെ കാണാം. അതെ ഈ കാണുന്നത് സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സിൻ്റെ ബിൽഡിങ് നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പ് കണ്ടോ കേട്ടോ, KBS കോഫി ബാർ എന്നാണ് കേട്ടോ, 1974. അപ്പോൾ അത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ടോക്കൺ എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കോഫി ടീ ഒക്കെ മേടിക്കേണ്ടത്. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോഴത്തേ ഞാൻ ചായ കുടിച്ചിട്ടേ വീണ്ടും ഈ സ്ട്രീറ്റിൽ കഴിഞ്ഞ് നടക്കുക കേട്ടോ. ചെണ്ടയൊക്കെ വിൽക്കുന്ന ഫുട്പാത്ത് കച്ചവടങ്ങളാണേ. അപ്പോൾ ഈ വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇവിടുത്തെ മറ്റേ മുനിസിപ്പാലിറ്റിയാന്ന് തോന്നുന്നു, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ടൂറിസ്റ്റ് പ്ലേസും പിന്നെ ഈ ഫോറിനേഴ്സ് കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലവും കൂടെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ ഇത്രയും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന. ഫുട്പാത്തിൽ കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ നല്ല തണൽ കേട്ടോ. ബോഗൻവില്ലയുടെ ശിഖരങ്ങളൊക്കെ താഴോട്ട് വളഞ്ഞേക്കുന്ന നോക്കിയേ. ഇവിടുത്തെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയോടെ തന്നെ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നു നോക്കിയേ. ഗ്ലാസ്സൊക്കെ ഇട്ട് വെളിയിൽ ചെടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ, തടിയുടെ ബോർഡൊക്കെ ആയിട്ട് ആർട്ട് ഗാലറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവിടുത്തെ ഓരോ ചെറിയ കടകളും അല്ലെങ്കിൽ ചെറിയ വീടുകളും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കട നോക്കിയേ കണ്ട, ഞാൻ പറഞ്ഞില്ലേ നീറ്റായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. പക്ക പെയിൻറ്റിങ്ങും പിന്നെ കടയുടെ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ട് വേസ്റ്റ് ബോക്സൊക്കെ വെച്ചിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലൂടെ അല്ലെങ്കിൽ പല പല ജംഗ്ഷനിലൂടെ കറങ്ങി ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറേ വഴിയോര കച്ചവടങ്ങളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നോക്കിയേ, പേരാലിൻ്റെ ചുവട്ടിൽ നല്ല തണലായിട്ട് അടിപൊളി ഒരു ഓട്ടോ സ്റ്റാൻഡ്. അതിൻ്റെ താഴെ ഓട്ടോ ഇങ്ങനെ കിടക്കുന്ന നോക്കിയാൽ നല്ല മഞ്ഞ കളറിൽ. ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. പാർക്ക് മൊത്തം ആക്റ്റീവ് ആയല്ലോ. ഇത് കണ്ടതേ രാവിലെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും അധികം ആളെയൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള മറ്റേ ഫുള്ള് സംഭവങ്ങളില്ലേ, ഊഞ്ഞാല്, സീസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. നമ്മളിങ്ങനെ പലതരം കളറിൽ കാണുന്ന പഴയ ബിൽഡിങ്ങുകൾ കണ്ടോ, ഇതിനകത്തൊക്കെ കൂടുതലായിട്ടും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത്.
നേരത്തെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തും കുറേ കണ്ടില്ലേ, അതിനകത്തൊക്കെ കൂടുതലായിട്ടും റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ വണ്ടി ഉണ്ടോ, ഇത് മറ്റേ ഫോഴ്സിൻ്റെ മിനി ഡോറാണ്. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് മിഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റോറുകളാണ് കേട്ടോ. അവിടെ ഡോമിനോസ് ഉണ്ട്, പിന്നെ ഇവിടെ പീറ്റർ ഇംഗ്ലണ്ട്, പിന്നെ പിസ്സ ഹട്ട് ബ്രാൻഡാണോ അറിയത്തില്ല, പിന്നെ ലിവീസിൻ്റെ ഷോറൂം, അങ്ങനെ കുറേ കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ യൂണിഫോം ഉണ്ടോ, വൈറ്റ് ആൻഡ് വൈറ്റ്, എന്നിട്ട് മറ്റേ KCBക്കാർ വെക്കുന്ന പോലത്തെ ഹെൽമെറ്റ്. നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് പോലീസിന് കാക്കി പാൻറ്റും വൈറ്റ് ഷർട്ടും പിന്നെ അടിപൊളി തൊപ്പിയൊക്കെ അല്ലേ. ഇതുണ്ടോ ഇങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ ഈ കർണാടകയിൽ ചെല്ലുമ്പോഴേ അവിടുത്തെ പോലീസിൻ്റെ തൊപ്പി കണ്ടിട്ടുണ്ടോ, നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ വയ്ക്കുന്ന പോലത്തെ വിരിഞ്ഞ തൊപ്പിയാണ് അവിടുത്തെയൊക്കെ പോലീസിനെ. ഇതെന്തോ ഇന്ത്യൻ ടെറൈൻ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമേ പോണ്ടിച്ചേരിയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഇതുണ്ടോ, ആൾക്കാരൊക്കെ സാധനമൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ. നമുക്ക് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമൊക്കെ മേടിക്കാം കേട്ടോ. ഇത് കണ്ടോ, ബസ്സിനകത്തൊക്കെ തൂക്കിയിടുന്ന സംഭവങ്ങളാണ്. ഇതുണ്ടോ, അതെ ബസ്സിലൊക്കെ ഇടുന്നത്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇടുന്ന സാധനം കണ്ടിട്ടില്ലേ, അതൊക്കെ ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. വല്ല വിശേഷ ദിവസമാണോ അതോ ഇനി ടൂറിസ്റ്റുകളുടെ തിരക്കാണോ എന്നറിയത്തില്ല. പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഗണപതിയുടെ പല രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞായിരുന്നേ. അപ്പോൾ ഇവിടെ ഇത്രയും തിരക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പൊങ്കലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നത്. അപ്പോൾ നമുക്കിനി പോകാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ പാരഡൈസ് ബീച്ചുണ്ട്. അത് ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്റർ മറ്റോ ബസ്സിന് പോകണം. ബസ്സിന് പോയിട്ട് അവിടുന്ന് ബോട്ടിൽ കയറി വേണം നമുക്ക് ആ ഒരു ബീച്ചിലേക്ക് പോകാനായിട്ട്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെണ്ടയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് മാലയൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടി സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ബൈക്കുകളെല്ലാം റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം. ബൈക്കും സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം ഈ ഒരു ചെട്ടി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരുന്നവർ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ചെട്ടി സ്ട്രീറ്റ്. പല ടൈപ്പ് വണ്ടികൾ ഇവിടെ റെൻറ്റിന് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 400 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഇതുണ്ടോ, ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണ് ഈ ചെട്ടി സ്ട്രീറ്റിലെ. നമ്മുടെ നേരത്തെ കണ്ടില്ലേ ഫോഴ്സിൻ്റെ ആ ഒരു മിനി ഡോറ്, അതിൻ്റെ ഒരു സ്റ്റാൻഡാന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതേ നല്ലൊരു ലുക്കല്ലേ സംഭവം. അപ്പോൾ ഞാനിതുവരെ ഇതിൽ കയറിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ഇതിലൊന്ന് കയറി നോക്കാം. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് MG റോഡിലൂടെ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റും കൂടെയാണേ. ബാക്കിൽ കണ്ടോ വലിയ വലിയ കെട്ടിടങ്ങളും കച്ചവടങ്ങളും, അതിൻ്റെ മുമ്പിലായിട്ട് സ്ട്രീറ്റ് കച്ചവടങ്ങൾ, ഡ്രസ്സും പിന്നെ കമ്മൽ, മാല, വള, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ MG റോഡിലൂടെ നടക്കുകയാണ്. ഇതുണ്ടത് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വിൽക്കുന്നത്. കുട്ടികളുടെ ഉടുപ്പ്, പിന്നെ പാവാട, പട്ടുപാവാട, ബ്ലൗസ് കുട്ടികളുടെ. സമയം 3 മണിയാകുന്നേ. അപ്പോൾ ഇതുവരെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ കട തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്ന പോണ്ടി കഫേ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ. മഷ്റൂം ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞാൻ കഴിച്ചത്. ഒരെണ്ണത്തിന് 110 രൂപയായിരുന്നു ചാർജ് വന്നത്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് പാരഡൈസ് ബീച്ചിലാണ് കേട്ടോ. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് പാരഡൈസ് ബീച്ചിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടുമോ എന്ന് നോക്കണം. ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഷെയർ ഓട്ടോ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ബസ് കിട്ടുമോ എന്നുള്ള കാര്യം ആദ്യം നോക്കാം. അപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ നമ്മുടെ ആ മറ്റേ ഷെയർ ഓട്ടോ ഇല്ലേ ഫോഴ്സിൻ്റെ, അത് നോക്കി നിൽക്കുക കേട്ടോ. ഇതിനകത്തിന് സ്ഥലം ഉണ്ടോ എന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കട്ടെ. ബസ് സ്റ്റാൻഡ് പോവാം. അപ്പം നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, കുനിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ ഈ പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഫോഴ്സിൻ്റെ ഷെയർ ഹോട്ടലൊന്ന് കയറണമെന്ന്. അപ്പോൾ അങ്ങനെ കയറി. നല്ല തിരക്കായിരുന്നു.
കുനിഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. നിവർന്ന് നിൽക്കാനായിട്ടുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു 19 പേര് അതിനകത്ത് കയറ്റി വരും. അതിൻ്റെ സർവീസ് വരുന്നത് ബസ് സ്റ്റാൻഡ് മുതൽ രാജ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ 2 സ്ഥലത്തോട്ടാണ് ആ ഒരു ഷെയർ ഓട്ടോയുടെ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പാരഡൈസ് ബീച്ചിലേക്ക് പോകാനുള്ള ബസ്സിലായിട്ടോ ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് പാരഡൈസ് ബീച്ചിലേക്ക്. നമുക്ക് ടിക്കറ്റ് ചാർജ് തന്നിരിക്കുന്നത് 10 രൂപയാട്ടോ ഇവിടുന്ന് അങ്ങോട്ടെ. അപ്പോൾ പാരഡൈസ് ബീച്ചിലോട്ട് പോകുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. നോണാംകുപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ബസ് എന്ന് പറയുമ്പോഴേ ഒന്നെങ്കിൽ പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ പാരഡൈസ് ബീച്ചിലേക്ക് പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ കടലൂർ സൈഡിലോട്ട് പോകുന്ന ബസ്സിൽ കയറിയാൽ നോണംകുപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ നമുക്ക് ഈ പാരഡൈസ് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ബോട്ട് ഹൗസിൻ്റെ അടുത്ത് എത്താൻ പറ്റുമേ. അപ്പോൾ അതേ നമ്മൾ ആ ബോട്ട് ഹൗസിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു വഴി കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ ബോട്ട് ഹൗസിൻ്റെ ആ ഒരു സ്ഥലം എത്തുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത്. ചെറിയൊരു പണി കിട്ടി കേട്ടോ, വേറൊന്നുമല്ല. രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ നമുക്ക് ആ ബീച്ചിലോട്ട് പോകാനായിട്ട് വരത്തുള്ളൂ, അതായത് പാരഡൈസ് ബീച്ചിലോട്ട്. ഇപ്പോൾ അതേ 10 രൂപയുടെ എൻട്രൻസ് ഫീസ് എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കടന്നിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ബീച്ചിൽ പോകുന്നതിന് 350 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിനാണ്. 260 രൂപയ്ക്ക് അരമണിക്കൂറത്തേക്ക് നമുക്ക് ബോട്ടിൽ, അതായത് ഈ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗത്ത് കഴിഞ്ഞ് നമ്മളെ അവർ കറക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ബീച്ച് കാണാൻ പറ്റും, ബീച്ചിലോട്ട് ഇറക്കത്തില്ല ടൈം കഴിഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ജസ്റ്റ് ആ ബോട്ടിംഗ് എങ്കിലും നടത്തിയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇതാകട്ടെ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 മണി വരെ ഉള്ളൂ പാരഡൈസ് ബീച്ചിലോട്ട് പോകാനായിട്ടുള്ള പെർമിഷൻ. 3 മണിക്ക് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. അതും 240 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ ബോട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ മിനിമം 10 പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിക്ക് ഞാൻ വന്നേ, ഇപ്പോൾ 4:50 അതായത് 50 മിനിറ്റുമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഇതുവരെ ആരും വന്നില്ല. അപ്പോൾ പിന്നെ ഒരാളായിട്ട് അവർ കൊണ്ടുപോകത്തുമില്ല. അപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരിയിലെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത്, മധുരയ്ക്കാണ് പോകുന്നത്. കാരണം ഇന്ന് പൊങ്കലല്ലേ, പൊങ്കലിൻ്റെ പിറ്റേ ദിവസമായ നാളെ ജല്ലിക്കെട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. മധുരയിലാണ് അതുള്ളത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മധുരയിലാണ്. അപ്പോൾ നമ്മൾ മധുരയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് തിരിച്ച് പോണ്ടിച്ചേരി പോയി അവിടുന്ന് ഒരു 50 കിലോമീറ്റർ അടുത്തുണ്ട് വിളുപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ബസ്സിന് വിളുപ്പുരം ചെന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി മധുരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ മധുരയിലെ ജല്ലിക്കെട്ടിൻ്റെ കാഴ്ചകൾ കാണുന്നവരെ ഗുഡ് ബൈ.